ഇനി അദ്ദേഹം ശ്രുതിയുടെ കാര്യം പറഞ്ഞു. ഞാൻ അതിലൊരു ക്ലാരിറ്റി പറയട്ടെ. നിങ്ങളൊരു വ്യക്തിപരമായി ഇന്നാണ് CPM ജില്ലാ സെക്രട്ടറി അതുമായി ഇറങ്ങിയത്. ഇപ്പൊ ന്യൂസ് മലയാളത്തിന്റെ ഒരു പോസ്റ്റർ ഞാൻ കണ്ടു. ശ്രുതിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞത് ഏതാണ്? ഒരു ഏജൻസിയാണ്, തൃശ്ശൂരിലെ ഒരു ഏജൻസിയാണ്. അവർ ഒരു മിനിറ്റ് അല്ലല്ല, നിങ്ങൾ MLA ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തോ. ആ റഫീഖ് വായിച്ച് പകുതി നിർത്തിയ നിങ്ങള് FB പോസ്റ്റിന്റെ ബാക്കി ഭാഗം വായിച്ചാൽ ആ ഏജൻസി ശ്രുതിക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറയുന്നു. ശ്രുതിക്ക് 11 സെന്റ് സ്ഥലത്ത് നഗരസഭയിൽ 1-ാം വാർഡിൽ മനോഹരമായ വീട് 6 മാസം കൊണ്ട് നിർമ്മിച്ചു തരും എന്ന് MLA പറയുന്നത്. 6 മാസമല്ല, 2 വർഷം കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അതിനെന്താണ് തടസ്സം? ഞാൻ പറയുന്നത് തൃശ്ശൂരുള്ള ഒരു ഏജൻസി ശ്രുതിയുമായി സംസാരിക്കുന്നു. ആ ശ്രുതിക്ക് വീട് അവിടെ ഈ ഇന്ന് മത്സരിക്കുന്ന 2 പേരും അവിടെ ഉണ്ട്. മികച്ച ഒരു ഓപ്ഷൻ അവർക്ക് ഈ പറയുന്ന ശ്രുതിയുടെ തീരുമാനത്തിന്റെ ശ്രുതി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിന്റെ ഭാഗമാണത്. അവർക്ക് ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് ശ്രുതി തീരുമാനിക്കുന്നു. ഈ ഏജൻസിയുടെ വീട് മതി എന്ന് തീരുമാനിക്കുന്നു. അവർ തമ്മിൽ ധാരണയാവുന്നു. ഇപ്പൊ ശ്രുതിക്ക് ആ വീട് വേണ്ട എന്ന് പറയുന്നത് പിന്നീട് ശ്രുതി വിശ്വസിച്ചത് എന്താണെന്നറിയോ? ഈ MLA വിശ്വസിച്ചു, MLA പാർട്ടി ഏജൻസിക്കെതിരെ ശക്തമായ വാക്കുകളോട് പ്രതികരിക്കണം. അതിന് വേണമെങ്കിൽ കേസ് കൊടുക്കണം. ഇപ്പൊ പറഞ്ഞല്ലോ, പത്രസമ്മേളനം നടത്തിയപ്പോ MLA പറഞ്ഞല്ലോ, ആ ഏജൻസിയും ശ്രുതിയും തമ്മിലുള്ള ധാരണയിലാണ് ആ വീടിൽ നിന്നും ടൗൺഷിപ്പിൽ ശ്രുതി മാറുന്നത്. MLA പറഞ്ഞത് ഞങ്ങളും കണ്ടു. ആ സമയത്ത് നമ്മൾ റിപ്പോർട്ട് കൊടുത്തതാണ്. MLA ആ വാഗ്ദാനം കൊടുക്കുന്നത്. പക്ഷേ ഈ ഏജൻസി പറ്റിച്ചെങ്കിൽ ഏജൻസിക്കെതിരെ കേസ് കൊടുക്കണം. വേണം. അല്ല, ഏജൻസി പറ്റിച്ചതിൽ ശ്രുതി പറയട്ടെ. CPM ജില്ലാ സെക്രട്ടറി ആണോ പറയണ്ടേ? CPM ജില്ലാ സെക്രട്ടറി അല്ലല്ലോ പറയട്ടെ. അവതരിപ്പിച്ചത് ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ആ ഏജൻസി പറ്റിച്ചു എന്ന് പറയാൻ നമുക്ക് നിയമ നടപടി എടുക്കണം. മറ്റാരുണ്ട് LDF അല്ലാതെ?